നമസ്കാരം. ഇന്ത്യ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല. പക്ഷേ ഇന്ത്യയെ ആക്രമിച്ചിട്ട് പഴയതുപോലെ അവനവന്റെ താവളത്തിൽ പോയി ഉണ്ടുമുറങ്ങി വിശ്രമിക്കാമെന്ന് കരുതുന്ന പാകിസ്ഥാനികൾക്ക് ഇന്ന് ഇന്ത്യ ഒരു പേടി സ്വപ്നമാണ്. അടിച്ചാൽ തിരിച്ചടിക്കാനും കത്തിച്ചു ചാമ്പലാക്കാനുമുള്ള പ്രാപ്തി ഇന്നത്തെ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാനികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യമാണ് ആക്രമണം എന്നുള്ളത്. അത് ഇന്ത്യയുടെ കാര്യത്തിലാകുമ്പോൾ കുറച്ചുകൂടി താല്പര്യം കൂടും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ചെങ്കോട്ടയിൽ വരെ ഭീകരാക്രമണത്തിന് അവർ തുനിഞ്ഞത്. പക്ഷെ അത് പാകിസ്ഥാനികൾ അറിഞ്ഞുകൊണ്ട് തീക്കനൽ കൊണ്ട് തലചൊറിഞ്ഞതിന് തുല്യമാണ്. ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വീണ്ടും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഇനി ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയില്ല എന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി സൂചിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ 2 എന്ന വാക്കുകൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല എത്രമാത്രം ഉറച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തെളിയിക്കുന്ന ശക്തമായ ഒരു സന്ദേശമാവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് ദിനേശ് ത്രിപാഠി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ നേരത്തെ പ്രതികരിച്ചിരുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ തരത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടായാൽ പ്രതിരോധിക്കാൻ സജ്ജമായിരിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ സൈന്യം. ഉചിതമായ സമയത്ത് തിരിച്ചടിക്കാനുള്ള സൈന്യത്തിന്റെ സന്നദ്ധതയും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഭീകരാക്രമണങ്ങൾക്ക് നൽകിയ മറുപടിയല്ല, മറിച്ച് ഇന്ത്യ പ്രതിരോധ ശേഷിയുടെ പുതിയ അധ്യായമാണ് ഇന്നിവിടെ ഓപ്പറേഷൻ സിന്ദൂറിന് വീണ്ടും ഇന്ത്യ തയ്യാറാണെന്നുള്ള വാക്കുകളിലെ അഗ്നി സൂചിപ്പിക്കുന്നു. മോദി ഭരണത്തിന്റെ 10 വർഷങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പൂർണ്ണമായി പുനരുജ്ജീവിപ്പിച്ചു. മുൻകാലങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയ സ്ഥിരത, ധൈര്യക്കുറവ്, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ എന്നിവയെ ചൂണ്ടിക്കാട്ടി ഇന്ത്യ കാത്തുനിന്നിട്ടുണ്ടെങ്കിൽ, പലതിൽ നിന്നും പിന്മാറുകയും ധൈര്യപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യ അതല്ല. സർജിക്കൽ സ്ട്രൈക്ക്, ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക്, അതിർത്തിയിലെ സ്മാർട്ട് ഫെൻസിംഗ്, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ഇസ്രയേൽ സഹകരണങ്ങൾ, അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ കൂടി മോദിയുടെ ഓരോ തീരുമാനവും ഒരു ശക്തമായ ഇന്ത്യയുടെ അടിത്തറപ്പായി. പ്രത്യേകിച്ച് നാവികസേനയിൽ നടന്ന വളർച്ച ചരിത്രപരമാണ്. വിക്രാന്ത് വിമാനവാഹിനിയും പുത്തൻ സബ്മറീൻ ശേഷികളും ഇന്ത്യൻ സമുദ്രശേഷിയിലെ നിരീക്ഷണ റഡാർ ശക്തിക്രമങ്ങളും ഇന്ത്യയെ ആഗോള സമുദ്രവൽക്കരണ ശക്തിയാക്കി മാറ്റിക്കഴിഞ്ഞു. പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ വർഷങ്ങളായി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ്. അവരുടെ നിശബ്ദ പിന്തുണ, ചില ഘടകങ്ങളുടെ പ്രോത്സാഹനം, അതിർത്തിയിൽ സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾ, ഇതെല്ലാം ഇന്ത്യയെ ആക്രമിക്കാൻ നിർദ്ദേശിച്ച ശ്രമങ്ങളായിട്ടാണ് വർഷങ്ങളായി കാണപ്പെട്ടത്. പക്ഷേ പാകിസ്ഥാന്റെ ഈ പദ്ധതികൾ വർഷങ്ങൾക്ക് ശേഷവും പരാജയപ്പെടുന്നുവെങ്കിൽ അതിന് കാരണം ഇന്ത്യയിലെ പ്രതിരോധ ശേഷിയുടെ കുത്തനെ ഉയർന്ന നിലവാരമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ നയം പ്രതികരിക്കുക എന്ന നിലയിൽ നിന്ന് മുന്നിൽ നിന്ന് തടയുക എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. വികസനം, സാങ്കേതിക വിദ്യ, സൈനിക സൗകര്യങ്ങൾ, അന്തർദേശീയ ബന്ധങ്ങൾ, ഓരോ മേഖലയും ഇന്ത്യയെ ലോകം ഗൗരവത്തോടെ കാണുന്ന ഒരു കരുത്തുറ്റ രാഷ്ട്രമാക്കി. ചെങ്കോട്ടയിലേതുപോലുള്ള ഭീകരാക്രമണങ്ങൾ രാജ്യം ഒരിക്കലും ഇനി ക്ഷമിക്കില്ല. പ്രതികരണം നിയമപരവും ശക്തവും തന്നെയായിരിക്കും. ഇന്ത്യയുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഓരോ വെല്ലുവിളിയും ഇന്ന് അതിജീവിക്കപ്പെടുകയാണ്. അതിനു പിന്നിലെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ശക്തമായ ദിശാബോധമുള്ള നേതൃത്വം എന്നത്. ആ നേതൃത്വത്തിലുള്ള ഉറപ്പിൽ തന്നെയാണ് ഇന്ത്യ 2ാം ഓപ്പറേഷൻ സിന്ദൂറിന് സജ്ജമാണെന്നുള്ള കാര്യം ഉറക്കെ ആഹ്വാനം ചെയ്യുന്നു. ഇതൊരു യുദ്ധത്തിനുള്ള മുറവിളി കൂടിയാണ്. പാകിസ്ഥാനികൾ ഈ മണ്ണിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള അവസാന യുദ്ധത്തിന്റെ ശംഖുലി.